ഹായ് ഫ്രണ്ട്സ്, ഞാൻ മായാദേവി. പലരും എന്നോട് ചോദിക്കാറുണ്ട് കടം പരിഹരിക്കാനായിട്ട്, കടം വീട്ടിയെടുക്കാൻ എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്നുള്ളത്. അതിന് പ്രധാനപ്പെട്ട 2 ടൂൾസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സേവിങ് മനോഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആഴ്ചയിൽ ഒരു ചെറിയ തുകയെങ്കിലും നിങ്ങൾ സേവ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. ഒരു ഉറച്ച തീരുമാനമെടുക്കുക, ഈ ആഴ്ചയിൽ ഇത്ര തുക ഞാൻ സേവ് ചെയ്യുമെന്നുള്ളത്. അതൊരു മന്ത്ലി ആകുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുക. സാധാരണക്കാരായാലും ഇടത്തരം ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണെങ്കിലും ഒരു സേവിങ് മനോഭാവം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ടൂൾസ് എന്ന് പറയുന്നത്, ഒരു കടം നിങ്ങൾക്ക് പരിഹരിക്കാനുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്ന് കടം വാങ്ങിച്ചിട്ട് എക്സിസ്റ്റിംഗ് കടം നിങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ്. അപ്പോഴും കടം അവിടെ ബാക്കി വരികയാണ്. പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എന്തായാലും എത്രയധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും മറ്റൊരു സ്ഥലത്തുനിന്ന് വാങ്ങിച്ചിട്ട് കടം പരിഹരിക്കാനായിട്ട് നിൽക്കരുത്. ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ കടം പരിഹരിക്കുക. ഒരു 1-2 വർഷം കൊണ്ട് നിങ്ങളുടെ കടം പരിഹരിച്ചെടുക്കാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു സ്റ്റാബിളായിട്ടുള്ള അവസ്ഥയിലേക്ക് വരാനും വീണ്ടും മണി നല്ലവണ്ണം സേവ് ചെയ്യാനായിട്ടും കഴിയുമെന്നുള്ളതാണ്.